താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ്റെ മരണം തന്നെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ നമ്മളേവരും ഞെട്ടിപ്പോയത് തന്നെയാണ്. ഇങ്ങനെയൊരു സംഭവം, അതും സഹപാഠികളുടെ ഭാഗത്തു നിന്ന് ഇത്രയേറെ ക്രൂരത ഉണ്ടാകുന്നു. അവരുടെ വാട്സാപ്പ് ചാറ്റൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇതിപ്പോൾ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. തലയോട്ടി തകർന്നിട്ടുണ്ട് ഷഹബാസിൻ്റെ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അത്രയും ഗാഢമായൊരു അടിയൊക്കെ ആ കുട്ടിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത്. നൗഫൽ, ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നു, നമ്മളേവരും ഞെട്ടിയിരിക്കുകയാണ്. ഇന്ന് പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് ഇതുപോലുള്ളൊരു വാർത്ത വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. ITI വിദ്യാർത്ഥികളാണ് ഇതുപോലെ സഹപാഠികളെ മർദ്ദിക്കുന്ന കാഴ്ചകളാണ് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എവിടെയാണ് നമുക്ക് പിഴക്കുന്നത്? ഈ കുട്ടിയുടെ കാര്യം ഏറ്റവും ഒടുവിലത്തൊരു സംഭവം മാത്രമാണ്. അതിൽ മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമുള്ള അതിൻ്റെ പ്രത്യേകത. ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ പലതവണ ഈ വിഷയം ഇവിടെ ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യം, ഇത് ദിവസവും നടക്കുന്ന ഒന്നും രണ്ടും സംഭവങ്ങളല്ല. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളിലാണ് ഇത് കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നത്. അതിപ്പോൾ CCTV മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായി കാണുന്നു. പണ്ടും ഇതൊക്കെ തന്നെ ഉണ്ടാകാം, പക്ഷേ കുറച്ച് കൂടുതലായി ഇപ്പോൾ ഉണ്ട് എന്നുള്ള സത്യമാണ്. അത് ഇതുപോലുള്ള ഫങ്ഷൻസ്, ഈ കലോത്സവം, ഗെറ്റ് ടുഗദർ, ഫെയർവെൽ പാർട്ടി, ഇതുപോലുള്ളതൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഇവർക്ക് അടികൂടാനുള്ളൊരു ഒരു ഒക്കേഷൻ. ഇതാണ് ഇന്ന ദിവസം. ഇപ്പോൾ പണ്ടൊക്കെ പറയുമല്ലോ, ഞാൻ പാട്ടുത്സവത്തിന് കാണാമെന്ന് പറയുന്ന പോലെ ഇന്ന ദിവസം അടിയങ്ങ് വെക്കുകയാണ്, പിന്നെ അടിക്കുകയാണ്. ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മരണത്തിലേക്ക് കലാശിച്ചു. കുട്ടികൾക്ക് അറിയില്ലല്ലോ. കുട്ടികൾക്ക് എവിടെ അടിച്ചാലാണോ ഒരാൾ മരിക്കുകയെന്നൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അവനെ കൊല്ലാനൊന്നും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അവർ കൊല്ലണമെന്നൊക്കെ പറയുമെങ്കിലും അത് കൊല്ലാൻ വേണ്ടി പറയുന്നൊന്നും ആയിരിക്കണമെന്നില്ല. അത് വേറെ വിഷയം, അത് അന്വേഷിക്കേണ്ട കേസാണ്. പക്ഷേ കുട്ടികൾക്ക് തല്ലുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഹരമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ ചർച്ചയായി വന്നിരിക്കുന്ന ഒരു സംഗതി സിനിമകളുടെ സ്വാധീനത്തെക്കുറിച്ചാണ്. ഒരു സിനിമ കണ്ടിട്ട് അങ്ങനെ വിഭ്രംജിതനായി ഞാൻ പോയി അടിക്കാം എന്ന് വിചാരിക്കുന്നതല്ല. പക്ഷേ ഇത് ഗ്രാജ്വലായി ഇവരെ എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ ബാധിക്കുന്നുണ്ട്, വാർത്തകൾ ബാധിക്കുന്നുണ്ട്, എല്ലാം ബാധിക്കുന്നുണ്ട്. എല്ലാം ഗ്രാജ്വലായി ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്റ്റാഗ്രാം റീൽസ്, അതിലൊക്കെ പലതരത്തിൽ ഒരാൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സ്ഥിതിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു 2024 പുതിയ മലയാള വാക്കായിട്ട് ഒരു പ്രമുഖ പത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്തവൈബ് വാക്കാണ്. ആ വാക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യല്ലേ മോനെ എന്ന് പറഞ്ഞാൽ അത് തന്തവൈബായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തന്തവൈബ് ആണെങ്കിലും നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികളും നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്തുണ്ടായിരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് അന്ന് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പറ്റ കുറയുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഈ കാണുന്ന എൻഗേജ്മെൻറ്റിൽ നമ്മളിപ്പോൾ വിചാരിക്കുന്ന പലതും യാഥാർത്ഥ്യത്തോട് ഉള്ളതായിരിക്കില്ല. നമ്മൾ നേരിട്ട് ഒരാളോട് ഒരു മാങ്ങയുടെ പുളി നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതും അത് റീൽസിലൂടെ അനുഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഈ കുട്ടികൾക്ക് നേരിട്ട് അനുഭവങ്ങളില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇപ്പോൾ ഒരു നോ കേട്ടാൽ, എനിക്ക് ഇന്ന സാധനം വേണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അത് വാങ്ങിത്തരാൻ പറ്റില്ല മോനെ, ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനത് എന്തുകൊണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ചെറിയ ചെറിയ തിരിച്ചടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വലിയ തിരിച്ചടിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഞെട്ടാതെ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ അത്തരം വാക്കുകളോടൊന്നും ഇപ്പോൾ അവർക്ക് നേരിട്ട് അങ്ങനത്തെ വാക്കുകളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഗ്രൗണ്ടുകളിലേക്കൊന്ന് പോയി നോക്കുക, വൈകുന്നേരങ്ങളിൽ കാലിയായി കിടക്കുന്നതാണ്. ആകെ ഇപ്പോൾ നടക്കുന്ന കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് ക്യാമ്പുകൾ മാത്രമാണ് ഇപ്പോൾ മിക്കയിടത്തും നടക്കുന്നത്. അത് കുട്ടികൾ പണം കൊടുത്ത് പോയി ചേർന്ന് കളിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അങ്ങ് കളിക്കുകയാണ്. ഗ്രൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഗ്രൗണ്ട് നമ്മളങ്ങ് രൂപപ്പെടുകയാണ്. അവിടെ തെങ്ങും തോപ്പാണെങ്കിലും അത് ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് രൂപപ്പെടുക. അങ്ങനെ ആ കളികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഐക്യം ഉണ്ടാക്കുന്നതും പരസ്പരം അറിയാനും ജാതി മത രാഷ്ട്രീയ എല്ലാത്തിനും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. കുട്ടികളപ്പോഴും മൊബൈൽ ഫോൺ. നമ്മളിത് പറഞ്ഞാൽ അത് തന്തവൈബ്, മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികൾക്ക് ഈ അനുഭവങ്ങൾ, സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് പരമാവധി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണത്. അത് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഈ സഹപാഠിയെ തല്ലുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുള്ളൂ. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്തവൈബ് എന്ന് പറയുമ്പോഴും
കുട്ടികളെ എങ്ങനെയാണ് ഇക്കാലത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഇപ്പോഴും ഇല്ല. പണ്ടത്തെ അതേ ശൈലി, എൻ്റെ അമ്മ ഇങ്ങനെയാണ് തല്ലിയിരുന്നത്, എൻ്റെ അമ്മ ഇത്ര വലുപ്പത്തിലാണ് ചോറിൻ്റെ ഉരുള ഉരുട്ടി തന്നത്, അതുകൊണ്ട് ഇതേ വലുപ്പത്തിൽ തന്നെ നീ കഴിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ മക്കളെ വളർത്തണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കേസല്ല. കാലത്തിനനുസരിച്ച് അവരോട് പെരുമാറുന്ന രീതിയും ബാക്കിയെല്ലാം ആ രീതിയിൽ മാറണം. അപ്പോൾ മാത്രമേ കുട്ടികൾക്ക് ആ രീതി, അപ്പോൾ ഈ ബാക്കി നിയമങ്ങളൊക്കെ ഒരു വശം നിൽക്കട്ടെ, ഇവരുമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് എങ്ങനെയാവണം എന്നുള്ളത് പാരൻസ് പഠിക്കണം, അധ്യാപകർ പഠിക്കണം, മറ്റുള്ള നാട്ടുകാർ പഠിക്കണം, ഒക്കെ വേണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണാം കുട്ടികൾ ഇതുപോലെ ലഹരിക്ക് അടിമപ്പെടുന്നു, രാത്രിയിൽ ഇറങ്ങി നടക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ, ഇപ്പോൾ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു എന്ന് നാട്ടുകാർ കരുതുകയാണ്. അങ്ങനെ നാട്ടുകാർ പലപ്പോഴും ഇവരെ പോയി അകാരണമായി ഇവരെ മർദ്ദിക്കുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ വേറെയുണ്ട്, മറുഭാഗത്ത് അങ്ങനെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു സംഗതി വേണം. നിയമം ഒരു വഴിക്ക് കൃത്യമായി നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ ഇവരോടുള്ള പെരുമാറ്റം സൈക്കോളജിക്കലി കൃത്യമായി മനസ്സിലാക്കി അവരോട് പെരുമാറണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഇതിൽ കുറച്ചെങ്കിലും കുറവ് വരുത്താൻ പറ്റുള്ളൂ. കുട്ടികൾ ഇതുപോലെ മണ്ണിലേക്ക് ഇറങ്ങണം, എന്നാൽ മാത്രമേ ആളുകളുമായി സംസാരിക്കണം. ഇപ്പം പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ കുട്ടികളിപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, കുട്ടികൾ മറ്റൊരു കുട്ടിയെ ബന്ധപ്പെടണമെങ്കിൽ, അവൻ്റെ ഒരു സഹപാഠിയെ ബന്ധപ്പെടണമെങ്കിൽ ഇപ്പം ഫോണെടുത്ത് കോൾ ചെയ്യില്ല, ഇൻസ്റ്റയിൽ വോയിസ് മെസ്സേജ് ഇടുകയുള്ളൂ, കോൾ ചെയ്യില്ല. എന്ത് കോൾ ചെയ്യാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു കുട്ടികൾ. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതെന്തോ വലിയ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരാളുടെ ശബ്ദം കേട്ട് ആ ശബ്ദത്തെ അപ്പോൾ തന്നെ അയാൾ പറയുന്നതിന് കൃത്യമായി മറുപടി പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ പോലും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, എല്ലാവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ വളർത്തണം, ആ രീതിയിൽ കുട്ടികളാവണം. എന്നാൽ പിന്നെ ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെയും മറ്റെല്ലാത്തിൻ്റെയും സ്വാധീനത്തിൽ കുട്ടികൾ പെട്ടുപോകുന്നുണ്ട്. അതും പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോക്കാം. അജിംസ്, ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് ഇതേ വിഷയത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നൗഫൽ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ സോഷ്യൽ മീഡിയ നോക്കിയാലും ഇങ്ങനെയുള്ള വാർത്തകൾക്ക് താഴെയൊക്കെ നമ്മൾ കാണുന്ന കമൻറ്റ്സ് നോക്കിയാൽ അവരും പ്രധാനമായിട്ടും പറയുന്നത് അടിച്ചു വളർത്തണമായിരുന്നു പിള്ളേരെ, പണ്ടത്തെ പോലെ തന്നെ വേണമായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ വന്ന മാറ്റമാണ് ഇങ്ങനെയുള്ള അക്രമവാസനകൾ പിള്ളേരിൽ കൂടാൻ കാരണം എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? അടിച്ചു വളർന്ന ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ കണ്ടിരുന്നു. ഒരു പിതാവ് ഒരു കുട്ടി നിലത്ത് കിടക്കുകയാണ്, ബെൽറ്റ് വെച്ച് അടിക്കുകയാണ്, കുട്ടി അലറിക്കരയാണ്. അങ്ങനെ വളർത്തുന്നവരും ഉണ്ടാവും. ഈ നമ്മൾ ഈ ജെൻസി കുട്ടികൾക്ക് എന്ത് പറ്റി എന്നൊരു ടോപ്പിക്കിൽ കഴിഞ്ഞ ദിവസം എന്തോ സംസാരിച്ചിരുന്നു നമ്മൾ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 80s കിഡ്സിനെ സംബന്ധിച്ചും 90s കിഡ്സിനെ സംബന്ധിച്ചും 80കളിലും 90കളിലും ഞാനൊക്കെ 80s കിഡാണ്. അപ്പോൾ അന്ന് കുട്ടികൾ അടികൂടില്ലേ? ഉണ്ട്, അന്ന് അടികൂടും. അന്ന് അടികൂടെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ നീ ഗ്രൗണ്ടിൻ്റെ അവിടെ നിൽക്കണം, നമുക്ക് അവിടെ നിന്നിട്ട് അടി ഉണ്ടാക്കാം. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ എവിടെ വെച്ചാണ് അടി സ്റ്റോപ്പ് ചെയ്തത്, വൈകിട്ട് അടി അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അടിക്ക് ഒരു കളിയുടെ സ്വഭാവമാണുള്ളത്. അത് ആരെയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവന് തോന്നുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ മെല്ലെ അടിക്കുക. അതെന്താണ്, അതൊരു കളിയാണ്. പിന്നെ രാമായണം സീരിയൽ വന്നപ്പോൾ അമ്പും വില്ലുണ്ടാക്കി യുദ്ധം ചെയ്യുക, അതൊക്കെ ഒരു കളിയുടെ സ്വഭാവമാണുള്ളത്. എന്ന് മാത്രമല്ല സ്കൂളിൽ നടക്കുന്ന അടിക്കൊക്കെ ഒരു കളിയുടെ സ്വഭാവമാണ്. ചിലപ്പോൾ ഗ്യാങ് ആയിട്ട് നമുക്ക് അടി കൂടാം എന്നൊക്കെ പറഞ്ഞിട്ട് അടി കൂടും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ചുമ്മാ കാണിക്കുന്നേ ഉള്ളൂ, ഇടിക്കും പോലെ കാണിക്കുള്ളൂ. അപ്പോഴത്തേക്കും മറ്റേ ആൾ വീഴുന്നു, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. അല്ലാതെ ഒരു സീരിയസ് ആയിട്ട് അടിയൊന്നും അന്ന് നടക്കുന്നില്ല. അത് നടക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ അന്ന് പറഞ്ഞു നമ്മൾ എമ്പതി എന്ന് പറഞ്ഞൊരു വികാരമുണ്ട്. ആ വികാരം കൊണ്ടാണ്. കാരണം ഞാൻ അടിച്ചാൽ അവന് വേദനിക്കും എന്നാൽ കുട്ടിക്ക് തോന്നുന്നതുകൊണ്ടാണ് അവൻ അടിക്കാത്തത്. ഇനി അടിച്ചാൽ തന്നെ അവന് വേദനിക്കാത്ത രീതിയിൽ അടിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ്. ഈ സംഭവം നടന്നതിന് ശേഷം പുറത്തു വന്ന ഒരു വാട്സപ്പ് സ്ക്രീൻ ഗ്രാബ് കണ്ടിരുന്നു. അവനെ ഞാൻ കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ചതാണെന്നാണ് ഒരു കുട്ടി പറയുന്നത്. നീ പോയി നോക്കാം, അവൻ്റെ ഒരു കണ്ണില്ല, ഞാൻ അടിച്ചവനെ കൊന്നു, അവൻ ചാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളെല്ലാവരും സിനിമയിൽ വയലൻസാണ്, മറ്റേ മാർക്കോ സിനിമയിൽ അങ്ങനെയുണ്ട്, ആ സിനിമയിൽ ഇങ്ങനെയുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഗെയിംസിനെ പറ്റി പറയാറുണ്ടോ? ഇല്ല. ഗെയിമുകൾ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഗെയിം എന്താണ്? എല്ലാം കില്ലാണ്. ഞാനൊരു ദിവസം എൻ്റെ അനിയൻ്റെ കുട്ടികൾ വീട്ടിൽ വന്ന സമയത്ത് അവർ റൂം അടച്ചിരുന്ന് കൊല്ലടാ കിൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ അവർക്ക് എന്താ സംഭവം നോക്കുമ്പോൾ അവർ ഗെയിം കളിക്കുന്നതാണ്. അതായത് കില്ലിങ് എന്ന് പറയുന്ന സാധനം ഒരു നോർമൽ പരിപാടിയാണ്. അതായത് എനിമി ആണെങ്കിൽ അവനെ കില്ല് ചെയ്യണം, കൊല്ലണം എന്നൊരു ഇൻസ്റ്റിങ്ക്റ്റ് അവരുടെ ഉള്ളിൽ വളർന്നു വന്നതിൽ ഗെയിമുകൾക്ക് വലിയ പങ്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമുകളിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് സിനിമകൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ വയലൻസ് ധാരാളമുള്ള സിനിമകൾ ഇപ്പോൾ നോക്കുക, ആ സിനിമകളെല്ലാം ഗെയിമിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൊല്ലുന്നത് ആളുകളെ. അതിപ്പോൾ മാർക്കോ ആണെങ്കിലും മറ്റേത് സിനിമയാണെങ്കിലും ഗെയിമുകളെയാണ് അവർ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ നമ്മൾ സിനിമ കണ്ട് മോശമാവെന്ന് പറയുമ്പോൾ അവർ കളിക്കുന്ന കളി എന്താണെന്ന് കൂടി പേരൻസ് ആലോചിക്കേണ്ടതുണ്ട്.
ഈ കുട്ടികളുടെ എമ്പതി ഇല്ലാതാക്കുന്നതിൽ ഈ ഗെയിമുകൾക്ക് വലിയ പങ്കുണ്ട്. ഇത് കൊല്ലുക, നമ്മുടെ കൂടെയുള്ളൊരു ജീവിയെ കൊല്ലുക എന്നുള്ളൊരു നോർമൽ കാര്യമാണ്. അങ്ങനെ കൊല്ലലെല്ലായിടത്തും നടക്കുന്നുണ്ട്, വയലൻസ് എല്ലായിടത്തും ഉണ്ട്. അതൊരു നോർമലാണ് എന്ന് ദേഷ്യം വരുമ്പോൾ അവനെ കൊന്നു തീർക്കുക എന്നൊരു ആ എമ്പതി ഇല്ലായ്മ വളർത്തുന്നതിൽ ഗെയിമുകൾക്ക് ഒരു പങ്കുണ്ട്. മറ്റൊരു കാര്യം നൗഫിലൂടെ പറഞ്ഞല്ലോ, ഈ സോഷ്യലൈസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പഴയ കാലത്തെ പോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പോകുമ്പോൾ അവിടെ ഒന്ന് തന്നെ സോഷ്യലൈസ് ചെയ്യണം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സോഷ്യലൈസ് ചെയ്താൽ എമ്പതി ഉണ്ടാവില്ല എന്നുള്ളൊരു വാദമുണ്ട്. സോഷ്യൽ മീഡിയ ഇല്ലാതാക്കുന്ന എമ്പതി വേറൊരു അർത്ഥത്തിലാണ്. അതായത് നൗഫൽ അത് കൃത്യമായിട്ട് പറഞ്ഞു. എന്നാൽ ചിലപ്പോൾ ഒരു റീൽസിൽ ഒരാളൊരു കാര്യം പറയുന്നത് ഒരു കുട്ടി എങ്ങനെയാണ് അത് കൺസീവ് ചെയ്യുന്നത് എന്നതൊരു പ്രശ്നമാണ്. ഇപ്പോൾ റീൽസിൽ കാണുന്നതും അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും എല്ലാം കുറച്ച് എക്സാജറേറ്റ് ചെയ്യപ്പെട്ട സന്തോഷങ്ങളോ കുറച്ച് എക്സാജറേറ്റ് ചെയ്യപ്പെട്ട മറ്റെന്തെങ്കിലും വികാരങ്ങളാണ് കാണിക്കുന്നത്. നോർമൽ ലൈഫിൽ സാധാരണ ആളുകൾ അങ്ങനെയല്ലോ ബിഹേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെയും നോർമൽ ലൈഫിൽ അവർ ജീവിക്കുന്ന ഒരു ജീവിതമല്ല അവർ സോഷ്യൽ മീഡിയ കാണുന്നത്. അവരെല്ലാ ദിവസവും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നില്ല, പുറത്ത് ഡൈൻ ഔട്ട് ചെയ്യുന്നില്ല. അവർ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ എന്താ കാണുന്നത്? എല്ലാവരും എല്ലാ ദിവസവും പോയി ഡൈൻ ഔട്ട് ചെയ്യുന്നു, ഹോട്ടലിൽ പോകുന്നു, റെസ്റ്റോറൻറ്റ് പോകുന്നു. ഇന്നലെ ഈ ഇൻഫ്ലുവൻസർ അവിടെ പോയിരുന്നു, ഈ ചേട്ടൻ ഊട്ടിക്ക് പോയിരിക്കുന്നു, അവിടെ നിന്ന് റീൽ ഇട്ടേക്കുന്നു, മറ്റേ ചേട്ടൻ അവിടെ പോയിരിക്കുന്നു, മറ്റേ ചേച്ചി ഇവിടെ പോയിരിക്കുന്നു. എല്ലാ ദിവസവും ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുകയാണ്? അവരവരുടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മൂഡാണ് അവർ ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളെന്താ വിചാരിക്കുക? ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് അവരെ പോലെ ആവണം എന്ന് ചിന്തിക്കുകയാണ്. ഇത് ഒരുതരം റിയാലിറ്റി ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. അവൻ്റെ ലൈഫും ഈ സോഷ്യൽ മീഡിയ ലൈഫും തമ്മിൽ വലിയൊരു ഗ്യാപ്പുള്ളതായിട്ട് അവന് തോന്നുകയാണ്. ഇത് തോന്നുന്നുണ്ടാവുമല്ലോ, നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ, നമുക്ക് തന്നെ തോന്നാറുണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയ കാലത്തേക്ക് ജനിച്ച് വീണ ഈ ആൽഫ കുട്ടികൾ, ഇപ്പോൾ അവരാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവരെങ്ങനെയാണ് ജീവിതത്തെ കൺസീവ് ചെയ്യുന്നത്, ജീവിതത്തെ നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ച് അവരുടെ പേരൻസായ ഈ പറയുന്ന 90s 80s കിഡ്സ് ആലോചിക്കാറുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ജനിച്ചു വീഴുന്ന എവിടെയാണ്? സാധാരണ ഒരു ലൈഫിലേക്കാണ്. അവിടെ നമുക്ക് പരിമിതമായ കാര്യങ്ങളേ ഉള്ളൂ. ടെലിവിഷൻ തന്നെ പ്രചാരണത്തിലായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം എന്താണ്. അപ്പോൾ നമ്മൾ ടി വി കാണാൻ വേണ്ടി അയൽവക്കത്ത് പോയി, ഇന്ന് അവന് ടി വി കാണാൻ വേണ്ടി അയൽവക്കത്ത് പോകണം, ടി വിയേ കാണണ്ട, അവൻ മൊബൈലാണ് കാണുന്നത്, എന്തെല്ലാം സൗകര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ഫോർച്യൂണിനെ ബൂസ്റ്റ് ചെയ്യാണ്. നമ്മുടെ കുട്ടികൾക്കും എല്ലാം ഉണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഞങ്ങൾക്കില്ലാതിരുന്ന എല്ലാം ആ കുട്ടികൾക്കുണ്ട്, ഇനി അവനെന്താണ് പ്രശ്നം എന്നാണ് ഈ 90s 80s കിഡ്സായ പേരൻസ് ആലോചിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജീവിതത്തെ കണ്ട മാതിരി എല്ലാ കുട്ടികളും കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം വരുന്നത്. നമുക്കില്ലാതിരുന്ന പലതും അവർക്കുണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ നമ്മളറിയാത്ത പല കാര്യങ്ങളും അവർ അറിയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞതുപോലെയല്ല അവരറിയുന്നത്. അതായത് അവർ കാണുന്ന ലോകം വേറെയാണ്. നമുക്ക് അവരുടെ രക്ഷിതാക്കളാവാൻ വേണ്ടി നമ്മൾ വേറെ തന്നെ ട്രെയിൻ ചെയ്യപ്പെടേണ്ടെന്നുള്ള തോന്നൽ പേരൻസ് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് സഹജീവികളോടുണ്ടായിരുന്ന സ്നേഹം, എമ്പതി, ഇത് അവർക്ക് നിർബന്ധമായി ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മുത്തശ്ശിയോടും നമ്മുടെ അച്ഛനമ്മമാരോടും പെരുമാറിയതുപോലെയല്ല ഇന്നത്തെ കുട്ടികൾ അവരുടെ മുത്തശ്ശിമാരോടും അവരുടെ അച്ഛനമ്മമാരോടും പെരുമാറുന്നത്. അത് ഒബ്വിയസ് ആണ്, അത് കണ്ടാൽ തന്നെ അറിയാം. അതിന് കാരണം അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിയും ചോദ്യം ചെയ്യില്ല, അച്ഛനും അമ്മയും ചോദ്യം ചെയ്യില്ല. അവർ പറയുന്ന അനുസരിക്കുക, അനുസരണയുള്ള മകനാവുക എന്നുള്ളതായിരുന്നു നല്ല കുട്ടിയുടെ ലക്ഷണമെങ്കിൽ ഇന്ന് അനുസരണയുള്ള മകനാവുക എന്നുള്ളതല്ല നല്ല കുട്ടിയുടെ ലക്ഷണം. അവരുടെ റൈറ്റിനെ പറ്റി, ചൈൽഡ് റൈറ്റിനെ പറ്റി തന്നെ അവർ ബോധവാന്മാരാണ്. എന്നെ എന്തിനാണ് എൻ്റെ പേരൻറ് തല്ലുന്നത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. ഏറ്റവും അറ്റം പോയി കഴിഞ്ഞാൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ എന്നെ ജനിപ്പിച്ചതെന്ന് ചോദിക്കാൻ പോലും ധൈര്യപ്പെടുന്ന കുട്ടികളാണെന്നുള്ളത്. ആ ചിന്ത ഒരു ഫിലോസഫിക്കലാണ്. ആ ചിന്ത വളരെ ഫിലോസഫിക്കലാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ ജനിപ്പിക്കാൻ. അപ്പോൾ ഞാനൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ നോ പറയാൻ നിങ്ങൾക്ക് എന്താണ് റൈറ്റ് എന്ന് തിരിച്ചു ചോദിക്കുന്ന കുട്ടികളെന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തക്ക ട്രെയിൻഡ് ആണോ, ബോധവാന്മാരാണോ ഇന്നത്തെ പേരൻസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഒരു ഫലം കൂടിയായിട്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ കുട്ടികളിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് കുറഞ്ഞ ബോധം വേണം. അവർ കുറേ സമയം സോഷ്യൽ മീഡിയ ചിലവഴിക്കുന്നു, കുറേ സമയം ഇൻസ്റ്റാഗ്രാമിൽ ചിലവഴിക്കുന്നു. അതൊന്നും ശരിയല്ല, പഠിക്കണം. അപ്പോൾ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഈ തല്ലിയ കുട്ടികളും തല്ലുകൊണ്ട കുട്ടികളും വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? നേരത്തെ പഠിക്കാത്ത കുട്ടികളാണ് അലമ്പ് കാണിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഈ അലമ്പ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ പ്രതിഭാസമാണ്. ഇപ്പം നാം കാണുന്ന ഈ വയലൻസ്, കുട്ടികൾക്കിടയിലുള്ള വയലൻസ് 80കളിലോ 90കളിലോ നമ്മൾ കണ്ട സ്കൂളിലെ വയലൻസ് അല്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു തരം കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റാണ്. ആ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഉറവിടം എന്താണ് എന്ന് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ സർക്കാരും ഭരണകൂടവും രാഷ്ട്രീയക്കാരും എന്താ പറയുക, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നതിനെ ചെറുക്കണം, എല്ലാവരും ഒരുമിച്ച് ചെറുക്കണം, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ പാടില്ല, കുട്ടികളെ രക്ഷിക്കണം എന്ന് പറയും.
എങ്ങനെ രക്ഷിക്കുമെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? അപ്പോൾ അസംബ്ലിയിൽ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച നടക്കും. ഡ്രഗ്സിൻ്റെ കാര്യം വേറെ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കണം. ഇതെങ്ങനെ എതിർക്കും, എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു, ഇതിനെക്കുറിച്ച് വല്ല പഠനവുമുണ്ടോ? സാധാരണ രീതിയിൽ ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സർവകലാശാലകൾ അത് ആഴത്തിൽ ഗവേഷണം നടത്തും. നമ്മൾ ഈ കാണുന്ന ഒരു പുതിയ ട്രെൻഡിനെ കുറിച്ച്, പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന പുതിയ ട്രെൻഡിനെ കുറിച്ച്, മൊത്തം സമൂഹത്തെ അസ്വസ്ഥമാവുന്ന ട്രെൻഡിനെ കുറിച്ച് എന്തെങ്കിലും റിസർച്ചോ വല്ലതും നടക്കുന്നതായിട്ട് നമുക്കറിയോ? എന്താ നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്ന റിസർച്ചിൻ്റെ സബ്ജക്റ്റ്? ചെങ്ങമ്പുഴയുടെ വാഴക്കൊല മുതൽ മറ്റെന്തെങ്കിലുമൊക്കെയാണ് സബ്ജക്റ്റ്. ഒരു തരത്തിലും സമൂഹത്തിനൊരു ഗുണവും ചെയ്യാത്ത റിസർച്ച് പ്രോഗ്രാംസാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ നടക്കുന്നതെന്ന് ആദ്യം പഠിക്കണം, എന്നാലാണല്ലോ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിവിടെ എന്ന് പറയുന്ന കാരണങ്ങൾ തന്നെയാണോ ശരിക്കും കാരണം? നമ്മളാണോ ഇതിൽ അഭിപ്രായം പറയേണ്ടത്? ഈ വിഷയത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആണോ അഭിപ്രായം പറയേണ്ടതെന്നെങ്കിലും ചിന്തിക്കണമല്ലോ. അപ്പോൾ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ആർക്കും ഒരു വേവലാതിയുമില്ല. എന്നിട്ട് ഒറ്റക്കെട്ടായി നമ്മളതിനെ നേരിടുന്നു പറഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ അത് പരിഹരിക്കാൻ കഴിയും.